ഹലോ, അപ്പോൾ ഇന്നൊരു പൊതിച്ചോറിൻ്റെ വീഡിയോ കണ്ടാലോ? പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു പൊതിച്ചോറാട്ടോ. കാരണം ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു ഓൾറെഡി. പക്ഷേ പൊതിച്ചോറ് തിന്നണം എന്നൊരു പൂതി എനിക്ക് തോന്നി. ഞാനത് അച്ചുവിനോട് പറഞ്ഞപ്പോൾ പിന്നെ ഓൻ എനിക്ക് സമാധാനം തന്നിട്ടില്ല കേട്ടോ. എന്നാൽ നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊതിച്ചോറ് ഉണ്ടാക്കി കഴിയുന്നവരെ എൻ്റെ പുറകെ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് അത് കെട്ടി വെക്കുമ്പോഴും അതെ കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാ വാഴയിലേക്ക് വെട്ടിക്കൊണ്ടുവന്ന് ചൂടാക്കി അതിൽ ചോറൊക്കെ വെച്ച് പിന്നെ ചമ്മന്തിയാണ് കേട്ടോ ഞാൻ ആദ്യം വെച്ചത്. നല്ല തേങ്ങയും മാങ്ങയും പുളിയും ഒക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി. പിന്നെ ഇടുന്നത് വൻപയർ ഉപ്പേരിയാണ് കേട്ടോ. കുറച്ച് കുഴഞ്ഞ ടൈപ്പുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഉപ്പേരിയാണ് വൻപയർ ഉപ്പേരി. അപ്പോൾ അതും പിന്നെ അതാണ് രണ്ടാമതിട്ടെ. പിന്നെ നമ്മൾ ക്യാരറ്റും ബീൻസും കൂടെ ഉള്ള ഉപ്പേരി. ഇതൊക്കെ അപ്പം ഉണ്ടാക്കിയതാട്ടോ. പൊതിച്ചോറ് ഉണ്ടാക്കാന്നുള്ള പ്ലാൻ തന്നെ വന്നത് ഒരു 12 മണി ആയപ്പോഴാണ്. പിന്നെ ഒരു 12:45 ആയപ്പോഴാണ് ഞാൻ അടുക്കളയിൽ പോയിട്ട് ഈ ഉപ്പേരികളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. പിന്നെ മീൻ നത്തൽ പൊരിച്ചതാണ് കേട്ടോ. ഓൾറെഡി മത്തി പൊരിച്ചതുണ്ടായിരുന്നു. എനിക്ക് മത്തി വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നെത്തളും കൂടെ ഉണ്ടായിരുന്നു. അത് വേഗം നന്നാക്കി അപ്പം തന്നെ പൊരിച്ച് അതും വെച്ചെടുത്തു. പിന്നെ നമ്മളിവിടെ തന്നെ ഉള്ള കടയിൽ നിന്ന് വാങ്ങിയതാട്ടോ ഉണ്ടായിരുന്ന അച്ചാറും കൂടെ ഇട്ടിട്ട് നമ്മളെ പൊതിച്ചോറൊക്കെ നല്ലപോലെ കെട്ടി വെച്ചു കേട്ടോ. ഇനി ഇതിന് കാത്തിരിക്കലാണ് ഒരു എന്താ പറയുക, ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത്. അച്ചു എന്തോ സമാധാനത്തോടെ നിൽക്കുന്നുണ്ട് കേട്ടോ, ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ട്. ഓനിങ്ങനെ എന്തെങ്കിലും പുതിയ ഐറ്റംസൊക്കെ ചെയ്യുന്നതൊക്കെ അങ്ങനെ ക്ഷമയോടെ നോക്കിയിരുന്ന് കഴിക്കാൻ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കെട്ടി വെച്ചു ജസ്റ്റ്. അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറേ നേരമൊന്നും വെച്ചില്ല, കാരണം സമയം ഓൾറെഡി കുറച്ചധികം പോയിരുന്നു. പിന്നെ ഞങ്ങൾ എന്താക്കി, തുറന്നപ്പോൾ തന്നെ നല്ല അടിപൊളി മണമായിരുന്നു കേട്ടോ. എല്ലാം കൂടെ വെച്ചിട്ടുള്ള എങ്ങനെ ആയാലും ആ ഒരു വാഴൻ്റെ ഇലേൻ്റെ സ്മെല്ലും പിന്നെ ചമ്മന്തിൻ്റെയും ഉപ്പേരീൻ്റെയും എല്ലാം കൂടെ നല്ല ചൂടുണ്ടായിരുന്നു. ചൂടോടെയാണ് ഇട്ട് വെച്ചത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടുള്ള നല്ലൊരു അടിപൊളി സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളെന്താക്കി, ഞാൻ മീനൊക്കെ മാറ്റി വെച്ചു കേട്ടോ. കാരണം എനിക്കും അച്ഛനും കൂടെ ഞാൻ അതിൽ തന്നെയാണ് ആക്കിയത്. അപ്പോൾ ഓന് ആ സൈഡിൽ നിന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മീനൊക്കെ ഒന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചു. പിന്നെ ഉപ്പേരിയും ചമ്മന്തിയും എല്ലാം കൂടെ അതിൽ കൂടിയിട്ട് വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ കാണുമ്പോൾ. അപ്പോൾ ഇത്രയുള്ള